ശ്രീമതി മിലു മരിയ ആൻഡ്രൂ, നമുക്ക് അങ്ങ് സൈക്കോളജിസ്റ്റാണ്, അധ്യാപികയുമാണ്. വിദ്യാർത്ഥികളെ നിരന്തരം കാണുന്നുണ്ട്, അവരോടൊപ്പം പെരുമാറുന്നുണ്ട്, അവരെ അറിയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ മനോവിചാരങ്ങളെ കൃത്യമായി ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കൂടി കാണാനും കഴിയുന്ന ഒന്നാണ്. ഇതിപ്പോൾ ആവർത്തിച്ചുള്ള വാർത്തകളാണ് അല്ലേ? ഇത് ആദ്യമായാണ് നമ്മൾ ചർച്ചയിലിരിക്കുന്നതെങ്കിലും സമാനമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കൗമാരത്തിനുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, ആക്രമണോത്സുകത, കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് വരുന്നതിനിടയിലാണ് അതിനൊക്കെ കാരണം ലഹരിയാകുന്നുണ്ടോ എന്നൊരു ചിന്ത പലപ്പോഴും പല കാര്യങ്ങളായി നമ്മളിലേക്ക് തേടി വരുമ്പോഴുമാണ് ഇന്നലെ നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ ഒരു ക്യാമ്പസിൽ നിന്ന് വലിയ തോതിലുള്ള ലഹരി വേട്ടയുണ്ടാകുന്നത്. ഇതൊരു പുതിയ വഴിയാണ്. ഇത്രമേൽ കെമിക്കൽ ഡ്രഗ്സ് അടക്കം നമ്മുടെ കൗമാരത്തിൽ വിദ്യാർത്ഥികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിൽ അതിനെ നേരിടാൻ നമ്മളൊരു പുതിയ വഴി കണ്ടെത്തണം. നമ്മുടെ നിയമമോ നമ്മുടെ മാനസികാരോഗ്യം സംബന്ധിച്ച ചർച്ചകളോ ഒന്നും ഇതുവരെ ഈ വഴിക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മളൊരു പുതിയ വഴി കണ്ടെത്തണം. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നത്? നമ്മൾ ഇപ്പം ദിവസങ്ങളായിട്ട് നമ്മളിപ്പം വളരെ എല്ലാവരും അലേർട്ടാണ്. കാരണം ലഹരിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിക്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും ഇപ്പം നിരന്തരമായിട്ട് ചർച്ചയിലാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഇത്തരം വിഷയങ്ങളോട് പൊരുതാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അടുത്തിടെ ഇത് വളരെ രൂക്ഷമായതുകൊണ്ട് തന്നെ വേറിട്ട വഴികൾ അവലംബിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഇവിടെ കൂട്ടായ ശ്രമകരമായിട്ടുള്ള ഒരു സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ലഹരിക്കെതിരായി ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം അവലംബിക്കാനായിട്ട് പറ്റുള്ളൂ. കോളേജ് ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ചെറിയ കുട്ടികളെ എല്ലാവരെയും നോട്ടമിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഓരോ റീജിയനിലുമുള്ള പ്രമുഖരായ വ്യക്തികൾ, സാധാരണക്കാരായ ജനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് വിദഗ്ധർ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഇത് ഒരാളുടെ ഒരു ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പോലീസുകാർ കണ്ടുപിടിച്ചോളും, എക്സൈസിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ കണ്ടുപിടിച്ചോളും എന്ന് കരുതി നമുക്ക് തലയുരാൻ പറ്റുന്ന കാലഘട്ടമല്ല. വേറിട്ട വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ കോളേജുകളിലോ വിദ്യാലയങ്ങളിലോ ഒക്കെയുള്ള കേസുകൾ, ഇതുപോലുള്ള കേസുകൾ മാതാപിതാക്കളോടൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല, അതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോഴും ശ്രീമതി മിലു മരിയ ആൻഡ്രൂ, കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കണ്ടു, ഒന്ന് സംശയിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വളരെ നിരുപദ്രവകരമായോ അല്ലെങ്കിൽ ഒരു നല്ലത് ഉദ്ദേശിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്ന് നിർബന്ധ ബുദ്ധിയോടെ അതിനെ എതിർക്കാനുള്ളൊരു ശ്രമമാണ് കൂടുതലും സിംഹഭാഗവും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളത്. ഇതൊരു വിശ്വാസമാണല്ലേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെയല്ല വളർത്തുന്നത്, അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് പെരുമാറുന്നത് ആ രീതിയിലല്ല എന്നൊരു കോൺഫിഡൻസ് ആണ്. പക്ഷേ ഇതിപ്പോൾ മദ്യപാനം പോലെയോ സിഗരറ്റ് പോലെയോ നമുക്ക് കാണാൻ കഴിയുന്നൊന്നല്ല, അനുഭവിക്കാൻ കഴിയുന്നൊന്നല്ല, തിരിച്ചറിയാൻ കഴിയുന്നൊന്നല്ല. ഓൾ ഓഫ് എ സഡൻ ആണ് ഒരു പെട്ടെന്നൊരു വലിയ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു വലിയ അക്രമ സംഭവം ഇതിലൊക്കെ ഉൾപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളും അത് ആദ്യമായി തിരിച്ചറിയുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും ഒരു പക്ഷെ കൈവിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിനെതിരെ ഒരു ജാഗ്രത എങ്ങനെ ഉണ്ടാവും? മാതാപിതാക്കൾ പലപ്പോഴും നമ്മൾ വിദ്യാലയങ്ങളിലോ ഒക്കെ അവയർനെസ് പ്രോഗ്രാമുകൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പല മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മക്കൾ അത് ചെയ്യില്ല എന്നുള്ളത്. വീടുകളിൽ ഇതിന് ഒരു സംരക്ഷണം അല്ലെങ്കിൽ വീടുകളിൽ തുറന്ന കണ്ണുകളോടെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയകരമായിട്ടുള്ള ഒരു ഉത്തരമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം അവർ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ സഡൻ, നേരത്തെ പറഞ്ഞ പോലെ വളരെ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത് സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമാണ്. കേരളത്തിലെ യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, അവരുടെ തിരിച്ചറിവുകളെ, ബുദ്ധിയെ, തലച്ചോറിനെ കയ്യിലാക്കണമെന്നും അത് നശിപ്പിച്ച് കളയണമെന്നുള്ള ഒരു ശരിയായ ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ഒരു അറ്റംപ്റ്റ് പോലെയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും